തങ്കച്ചേട്ടൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ക്യാരക്ടർ. അതായത് എനിക്ക് നന്നായിട്ട് തെറി പറയാൻ പറയുന്ന ആളാണെന്നുള്ളത്. തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലായ കാര്യം അതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് തെറി പറഞ്ഞ് ഞാനാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോ കിട്ടിയപ്പോ അപ്രീസിയേഷനും കിട്ടി, അതിന്റെ കൂടെ നല്ല കുറച്ച് കാര്യങ്ങളും കിട്ടി. എനിക്ക് തെറി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. എൻ്റെ അടുത്ത് ഉപ്പിട്ട് കൊടുത്തിട്ട് ഞാൻ ഇത് പറഞ്ഞാൽ ഭയങ്കര ചെറുതരാണ്. ഞാൻ പൈസ ഒക്കെ വാങ്ങിയിട്ട് ഞാൻ എനിക്ക് പൈസ കിട്ടിയില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തത് ഭയങ്കര മോശം കാര്യമാണ്. ഒരു സങ്കടകരമായ ഒരു കാര്യം എന്റെ മുകളിൽ നിന്ന് കേട്ടതിന്റെ ബേസിലാണ് ഞാൻ ആ ഇന്റർവ്യൂവിൽ അത് വായിൽ വന്നത്. ഞാനത് മിണ്ടേയില്ല, ഇത് നന്നേ തീർന്നു പോയത്. എന്നെ ഒരാള് ലിജോ പോലും എന്റെ കേസ് വന്നപ്പോൾ പോലും എന്നെ ഒരാളും വിളിച്ചില്ല. ഞാൻ പറയുന്നത് ഞാൻ ലിജോ എന്ന് പറയുന്ന ഒരു ഡയറക്ടറുടെ ഫാനാണ്. കാരണം ഞാൻ ഒരാളുടെ അടുത്ത് പൈസ വാങ്ങിച്ചിട്ട് പൈസ തന്നില്ല എന്നൊക്കെ പറയാന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അത് ഭയങ്കരമായിട്ട് ഞാൻ ചെയ്തു എന്നുള്ള ലെവലിൽ വന്ന് ഞാൻ അതെനിക്കറിയില്ല, ലിജോന്റെ വിഷമം അതായിരിക്കും. പക്ഷെ എനിക്കുണ്ടായ വിഷമം എന്താണെന്ന് ഇതുവരെ ഒരാളും ചോദിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാനില്ല എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ ഒരു ഇന്റർവ്യൂ കൊടുത്തു. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്നെക്കുറിച്ച് ഞാൻ കണ്ടുകൊണ്ടിരുന്ന പോസ്റ്ററുകൾ അതായത് എന്നെ ആരും അഭിനന്ദിക്കാറുള്ളത് കരയുന്നൊരു പോസ്റ്ററാ, മൊത്തം ട്രോളും സാധനങ്ങളും. ഞാൻ അങ്ങനെ ഒരു കാര്യമേ സംസാരിച്ചിട്ടില്ല. കഴിഞ്ഞ 10-18 വർഷം ആര് പ്രോത്സാഹിപ്പിച്ചിട്ടാണ് ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റാണ് നടക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു കരിയർ ഉണ്ടാക്കിയിരുന്നത്. എനിക്ക് പരാതി പറയാൻ പോലും ഒരാളുണ്ടായിരുന്നില്ല. ഉറപ്പണി അങ്ങനെ വിശ്വസിച്ചുള്ളൂ. എല്ലാവർക്കും 3 ദിവസമല്ല. അല്ലല്ല അദ്ദേഹത്തിനോട് പറഞ്ഞു. അദ്ദേഹം വളരെ ശുഷ്കാന്തോടുകൂടി കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഇത് നിങ്ങള് ഷോപ്പല്ല, നമുക്ക് മുന്നോട്ടേക്ക് പോകണം, അത്രേ ഉള്ളൂ. അതിന് വേണ്ടി എൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ നല്ല രീതിയിൽ നിങ്ങൾ അത് എടുക്കണം പ്ലീസ്. എന്റെ പറച്ചില് എനിക്ക് എന്റെ പണിയാവാറുണ്ട്. കാരണം ഞാനീ കമൽ സാർ എന്നെ ഹെൽപ്പായി കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചത് അത് അങ്ങനെ ഒരു ഭയങ്കര ന്യൂസാണെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ ആ ഫംഗ്ഷന് പോകുന്നത്. അതിനെ കുറിച്ച് അങ്ങനെ പറയുമെന്ന് അറിയില്ല. അത് ഹൈപ്പായപ്പോൾ ഞാൻ ആദ്യം ചിന്തിച്ചത് ഈ ഒരു ഡൗൺ ഉണ്ടല്ലോ, അത് ഏത് വഴിക്കാ വരണമെന്ന് ആലോചിച്ചത്. അപ്പൊ അത് വന്നു. കാരണം ഈ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു എന്നെ ആരും പ്രശംസിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ കരയുന്ന പോലെ പറഞ്ഞു. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. എന്നെ ആരും പ്രശംസിച്ചത് കൊണ്ടോ എന്നെ പറഞ്ഞുകൊണ്ടല്ല ഞാൻ ഇവിടെ വരെ എത്തിയത്. ഞാൻ പറഞ്ഞത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇവിടെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച സിനിമ ചെയ്തിട്ടുള്ള ആട്ടം എന്ന് പറഞ്ഞിട്ട് ആ ഡയറക്ടർ എത്ര പേര് സെലിബ്രേറ്റ് ചെയ്തു. ആ സിനിമയിൽ അഭിനയിച്ച ഫീമെയിലായിട്ട് ക്യാരക്ടർ അഭിനയിച്ച ഒരു കുട്ടിയുണ്ട്. ഞാൻ കണ്ട ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ്. ആ കുട്ടീനെ എത്ര പേര് സെലിബ്രേറ്റ് ചെയ്തു. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറെ പേരുണ്ട്. അവരെ എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കൾച്ചർ വേണമെന്നുള്ളൊരു നല്ല ലെവലിൽ മാത്രമാണ്. അത് എന്നെ കുറിച്ച് ആ കോൺവെർസേഷൻ തിരിച്ചു വരുന്നത് എന്നെ ആരും അഭിനന്ദിച്ചില്ല, എന്നോട് ആരും കരഞ്ഞില്ല, എന്നോട് പറഞ്ഞില്ല, എന്നോട് പറയാറില്ല എന്നുള്ളൊരു സത്യാവസ്ഥ. അത് ഞാൻ കോമൺ ആയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം അത് തെറ്റിദ്ധരിച്ചിട്ട് വേറെ രീതിയിലാണ് വരുന്നത്. മൊത്തം ചളാവാണ് സംഭവം. എനിക്ക് എന്ത് പ്രോത്സാഹനം എന്ത് കാര്യം കിട്ടിയിട്ടായിരിക്കും ഞാൻ തോൽവിയിൽ നിന്ന് എന്റെ ജീവിതത്തിൽ എനിക്ക് സക്സസ് കിട്ടുന്ന സിനിമകൾ അഭിനയിച്ചത്. എന്റെ തിരിച്ചറിവ് കൊണ്ടാണ്. പക്ഷെ അതല്ലാതെ കൾച്ചർ വരണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഈ ജോയിച്ചേട്ടാ, ഈ ജിജോ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആരും തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല. ഈ ഭാഷയെ കുറിച്ചൊക്കെ നല്ല അറിവുള്ള ഒരാളാണ് തങ്കച്ചേട്ടൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ക്യാരക്ടർ. അതായത് എനിക്ക് നന്നായിട്ട് തെറി പറയാൻ പറയുന്ന ആളാണെന്നുള്ളത്. തീർച്ചയായിട്ടും അത് ഞാൻ സമ്മതിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും തെറിയുണ്ടെങ്കിൽ ഒന്ന് പറയണം. എനിക്ക് തെറി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എൻ്റെ അടുത്ത്. പക്ഷെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ജോജുവിനെ ആരും തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ ഭാഷയെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അല്ല, ഞാൻ പറയട്ടെ, ഇത് വളരെ ക്ലിയർ അല്ലേ. ആ തുണ്ടുപേപ്പർ അല്ലാതെ ഒരു എഗ്രിമെന്റ് ഉണ്ടാവില്ലേ ഈ സിനിമയിൽ ഇത്ര പൈസക്ക് അഭിനയിച്ചത്. ആ എഗ്രിമെന്റിൽ അവർ പുറത്തു വിടേണ്ടത്. അല്ല, അത് എന്താണെന്നറിയോ, ഞാൻ അതിനെ കുറിച്ച് സ്ട്രെസ് ചെയ്ത് ഇത് ഞാൻ ലിജോന്റെ ശത്രുവോ ലിജോനായിട്ടുള്ള ഒരു വാഗ്വാദത്തിന് വിജയിക്കാൻ വേണ്ടി പറയുന്ന ആളല്ല. ഞാനിതിപ്പോ എന്റെ നിലനിൽപ്പിന് പറയണത് മനസ്സിലായോ. ഞാനിപ്പോ അത് ലക്ഷങ്ങളുടെ കണക്കും കോടികളുടെ കണക്കൊന്നും അല്ല ഇവിടെ പറയേണ്ട ഒരു കാര്യമല്ല. കാരണം അത് പൊതുസമൂഹത്തിൽ വരുമ്പോൾ അത് വലിയൊരു സംസാരമാണ്. പൈസയുടെ ഒരു അളവ് 5 ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു അവണി എമൗണ്ടാണത്. അത് എനിക്ക് അല്ലല്ല, ഞാൻ പറഞ്ഞ അതാണ് എന്റെ എമൗണ്ട്. ഇപ്പൊ കുറഞ്ഞു എന്നുള്ള 2 സിനിമയ്ക്ക് ശേഷം ആലോചിച്ച് നോക്കണം. അങ്ങനെ ഒരു സമയത്ത് ഞാൻ എങ്ങനെയായിരിക്കും എന്തായിരിക്കും ഞാൻ പറയേണ്ട കാര്യമില്ല. ഇതാണ് ഇപ്പൊ ഞാൻ അങ്ങനെ അവർക്ക് ഇതാണ് എന്റെ സാലറി എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് ഞാൻ ഇത് പറഞ്ഞാൽ ഭയങ്കര ചെറുതരാണ്. ഞാൻ പൈസ ഒക്കെ വാങ്ങിയിട്ട് ഞാൻ എനിക്ക് പൈസ കിട്ടിയില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തത് ഭയങ്കര മോശം കാര്യമാണ്. തീർച്ചയായിട്ടും അതിനെ
നിങ്ങൾ ചിന്തിച്ച് ചോദിക്കാൻ ഞാൻ പറയുന്നതല്ല, ഞാൻ പൈസയല്ല എന്റെ ഒരു വിഷയം. ഞാൻ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞതെന്ന് വെച്ചാല് എനിക്ക് ഇത് ഉണ്ടാക്കിയൊരു ഡാമേജ് പേഴ്സണൽ ആയിട്ട് എനിക്ക് ഉണ്ടായിട്ടുള്ള ഡാമേജ് ചില്ലറയല്ല. അത് തന്നെയാണ് ലിജോ പറഞ്ഞു പ്രതിഫലത്തിന്റെ പേരിലുള്ള ഒരു പ്രശ്നമായിട്ട് ദയവ് ചെയ്ത് ഇത് മാറരുത്. ലിജോ പറഞ്ഞു വെക്കുന്നത് തന്നെയാണ് ചേട്ടാ, ലിജോയും പറഞ്ഞു വെക്കുന്നത് തന്നെയാണ്. അതായത് ലിജോ അത് ആ കുറിപ്പ് വായിച്ചോന്ന് എനിക്കറിയില്ല. ആ കുറിപ്പിൽ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്, ഈ ഭാഷ ആരും തെറ്റിദ്ധരിപ്പിച്ച് പറഞ്ഞതല്ല, ഇത് ആ ഭാഷ ഉള്ളതാണ്, ആ കഥയിലുള്ളതാണ് എന്നാണ് പുള്ളി കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നത്. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾ കേട്ടില്ല. അപ്പോ ഞാൻ പറഞ്ഞ പോയിന്റ്, ഞാൻ ആ സിനിമയിൽ അഭിനയിക്കുന്നത് അതൊരു ഫെസ്റ്റിവൽ സിനിമയാണ്. ഫെസ്റ്റിവലിന് വരുമെന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ ആ സിനിമയിൽ തെറി പറഞ്ഞത്. എന്റെ കാര്യം ഞാൻ പറഞ്ഞത്. സിനിമ ഫെസ്റ്റിവലിൽ വന്നില്ല, ചെയ്തു. ആ സമയത്ത് ഇതിങ്ങനെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചില്ല. പിന്നെ അതല്ലാണ്ട് ഞാനിപ്പോ വന്നിട്ട് ഈ കാര്യം പറയേണ്ട കാര്യമില്ല. ഇപ്പൊ ഞാൻ പറയാനുള്ള ഒരേ ഒരു കാര്യം, എന്റെ വീട്ടിലുണ്ടായ ഒരു ചെറിയ ഇതുമായി ബന്ധപ്പെട്ട ഒരു സങ്കടകരമായ ഒരു കാര്യം എന്റെ മുകളിൽ നിന്ന് കേട്ടതിന്റെ ബേസിലാണ് ഞാൻ ആ ഇന്റർവ്യൂവിൽ അത് വായിൽ വന്നത്. ഞാനത് മിണ്ടേയില്ല. ഇതൊക്കെ കഴിഞ്ഞ കാലം, കുറെ കാലം മുമ്പുള്ള കേസല്ലേ, ഇത് വിട്ടതാ. പക്ഷെ അന്ന് സംഭവിച്ചതിന്റെ കാര്യം 100% എനിക്ക് മനസ്സിലായ കാര്യം, അത് ഫെസ്റ്റിവലിലോട്ട് വേറൊരു വേർഷൻ ഉണ്ട്. ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് അവര് പറഞ്ഞാലും ഞാൻ ഫെസ്റ്റിവലിൽ നിങ്ങൾ കണ്ടു നോക്കൂ. IFK പ്രദർശിപ്പിച്ചിട്ടുള്ള ഒരു പടം എന്ന് റിപ്ലൈ തന്നിട്ടിരിക്കും. എനിക്കൊരു റിപ്ലൈ കിട്ടിയിരുന്നെങ്കിൽ ഈ സംസാരം ഇല്ല, അന്നേ തീർന്നു പോയത്. എന്നെ ഒരാള്, ലിജോ പോലും എന്റെ കേസ് വന്നപ്പോൾ പോലും എന്നെ ഒരാളും വിളിച്ചില്ല. ഞാൻ പറയുന്നു, ഞാൻ ലിജോ എന്ന് പറയുന്ന ഒരു ഡയറക്ടറുടെ ഫാനാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ഡയറക്ടർ എന്നുള്ള ആ റെസ്പെക്ട് കൊടുക്കുന്ന ആളാണ്. എനിക്ക് ഇങ്ങനത്തെ ഒരു അവസരം വന്നത് വളരെ മോശം ചിന്തിക്കുന്ന ആളാണ്. ലിജോനെതിരെ എന്നുള്ളതല്ല, ലിജോ ഈ ഒരു കാര്യം ലിജോ ഇട്ടതുകൊണ്ട് ഞാൻ മറുപടി പറയേണ്ടത്. എന്നെ വിളിച്ചിട്ടില്ല, ആരും വിളിച്ചിട്ടില്ല. ജോയിച്ചോട്ടെ ഇപ്പോഴാണല്ലോ ഇതിലൊരു പ്രതികരണം തന്നെ നടത്തുന്നുണ്ട്. അത് നേരത്തെ ജോയിച്ചോട്ടൻ പറഞ്ഞില്ല, പല പ്രാവശ്യം അപ്പോഴും ഇവരൊന്നും പറയില്ല. ഇന്ന് ലിജോ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രതികരണം പറഞ്ഞു എന്ന് പറയുന്നത്. ലിജോ ഇന്നൊരു പോസ്റ്റ് ഇടുന്നു, പൈസയുടെ കണക്കാണ് അതിനകത്ത് മറ്റേ സൈൻ ചോദിച്ച ആ സാധനങ്ങളാ പറഞ്ഞത്. ഇതിനു മുമ്പ് ഈ ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം അപ്പോഴും ജോയിച്ചോട്ടെ തെറ്റിദ്ധരിപ്പിക്കാണ്, ഫെസ്റ്റിവലിൽ മാത്രമാണ് ഇവര് നിരന്തരം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ജോയിച്ചോട്ടെ അല്ലേ? ഇല്ല, നിരന്തരം തന്നെ പറയണത്. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്നോട് പറയണം, നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നു, ഇതാണ് എന്റെ പ്ലാൻ എന്ന് ഒരു തവണ പറഞ്ഞാൽ പോരെ, നിരന്തരം പറയേണ്ട കാര്യമുണ്ടോ? അങ്ങനെ പറഞ്ഞു ആ സിനിമ ചെയ്യുന്നു, ഞാൻ ഇതിനെ പിന്നെ ഡബ് ചെയ്തത് വേറൊരു വേർഷൻ. നിങ്ങൾ IFK കണ്ടിട്ടുള്ള വേർഷൻ വേറെയാണ് അല്ലേ? അത് ഇറങ്ങിയത് അവിടെ ശരിക്കും ഫെസ്റ്റിവലിന് അതാ ചെറിയുള്ള വേർഷനാണ് വരേണ്ടത്. വന്നില്ല. എന്തുകൊണ്ട് വന്നില്ല? അതിനുശേഷം അത് വേറെ പൈസക്ക് വിൽക്കുന്നു, അത് വിറ്റ് ലാഭമാവുന്നു. അപ്പോഴാണ് ഞാൻ ചോദിച്ചത് എന്റെ കാര്യം എവിടെയാന്നുള്ളത്. അപ്പൊ അങ്ങനെ എല്ലാവരും, ഞാനാണ് സഫർ ചെയ്യുന്നത് അതിന്റെ പേരിൽ. കാരണം വെച്ചാൽ ഞാൻ സഫർ ചെയ്തത് എവിടെയാന്ന് വെച്ചാൽ എന്റെ പേരിൽ അന്നൊരു വിഷയം ഉണ്ടായിരുന്നത് കൊണ്ട് ഇത് ആ സമയത്ത് തെറി വന്നപ്പോൾ അത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തു കാര്യങ്ങൾ. അപ്പം അതാണ് ഇത്. ഒരിക്കലും ഇതൊരു ഇൻഡസ്ട്രിയുടെ പ്രശ്നമല്ല, ഇത് എൻ്റെ പേഴ്സണൽ ക്ലാരിറ്റിക്ക് വേണ്ടി മാത്രം ഞാൻ വന്ന് പറഞ്ഞതാണ്. കാരണം ഞാൻ ഒരാളുടെ അടുത്ത് പൈസ വാങ്ങിച്ചിട്ട് പൈസ തന്നില്ല എന്നൊക്കെ പറയാന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ഞാൻ അതെനിക്കറിയില്ല, ലിജോന്റെ വിഷമം അതായിരിക്കും. പക്ഷെ എനിക്കുണ്ടായ വിഷമം എന്താണെന്ന് ഇതുവരെ ഒരാളും ചോദിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, അല്ല ഞാൻ പറഞ്ഞില്ലേ, ഈ സിനിമ ഇപ്പോഴും പറയുന്നു. ഇപ്പൊ എന്നോട് ഒരാള് ചുരുളിയുടെ സംസാരം, പ്രാഥമിക സംസാരത്തിൽ ഇതൊരു ഫെസ്റ്റിവൽ നമ്മളിത് ഇങ്ങനെ ഇറക്കാൻ പോകുമ്പോൾ ഞാൻ ചെയ്യില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചില വേഷങ്ങൾ ചെയ്യില്ല എന്ന് തീരുമാനിച്ചു, അഭിനയിക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം കുട്ടികളോട് മോശമായിട്ട് പെരുമാറുന്ന ഒരു ക്യാരക്ടർ ഞാൻ അഭിനയിക്കും. കാരണം വെച്ചാൽ എൻ്റെ മൈൻഡ് അത് പ്രിപ്പയർ അല്ല. നമുക്കറിയാവുന്നത് മറ്റുള്ളവരുടെ നേരെ ഉപയോഗിക്കാതിരിക്കാൻ ഒരു മര്യാദ പൊതുസമൂഹം കാണിക്കുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്രയധികം വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുള്ളത്. അത് ജോയിച്ചേട്ടന് അറിയാം, ഞാൻ പറയാൻ അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പം എന്നെ ആ സിനിമ കണ്ടിട്ട് ആ ക്യാരക്ടർ ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. എനിക്കും ആ ക്യാരക്ടർ ഇഷ്ടമാണ്, ആ വർക്ക് എനിക്ക് ഇഷ്ടമാണ്, ആ സിനിമ എനിക്ക് ഇഷ്ടമാണ്, യാതൊരു തർക്കമില്ല. പക്ഷെ ഇതിന്റെ ഇടയിൽ നടന്നിട്ടുള്ള ആ സിനിമയോടുള്ള ഇതല്ല, ഇത് പേഴ്സണലി ഒരു സൗഹൃദമുള്ള ഒരു കാര്യം കൊണ്ട് മാത്രം സംഭവിച്ചിട്ടുള്ളതാണ്. അത് ലിജോ എന്ന് പറഞ്ഞ ഡയറക്ടറോട് കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ആരാധനയും, അതുപോലെ തന്നെ ആ സിനിമയുടെ സ്ക്രിപ്റ്റ് ഹരീഷ് വായിച്ച് കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു എക്സൈറ്റ്മെന്റും ഉണ്ട് വായിച്ചപ്പോൾ. അത് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാനത് അഭിനയിച്ചിട്ടുള്ളത്. പക്ഷെ അവിടെ നടന്നൊരു കാര്യം, അത് ഫെസ്റ്റിവലിൽ വരുന്നു എന്ന് ഉറപ്പായിട്ടും ചെയ്യില്ല. കാരണം എന്താ വെച്ചാല് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തെറിയെ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അല്ലെങ്കിൽ തെറിയ അതൊന്നുമല്ല വിഷയം.
എനിക്ക് ഇപ്പം എന്റെ സ്വഭാവമല്ലല്ലോ എന്റെ വീട്ടുകാര് എന്റെ കുടുംബം, ഞാൻ അങ്ങനെ ജീവിക്കുന്ന ഒരാളാ. സൊസൈറ്റി അറ്റ്ലീസ്റ്റ് എന്റെ വീട്ടിലെങ്കിലും എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കണ്ടേ. അപ്പൊ അത് അവരെ എഫക്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു കാര്യം വന്നോണ്ടാണ് അന്നത്തെ ഇന്റർവ്യൂവിൽ അത് അഡ്രസ് ചെയ്ത് പോയി. അത് ഭയങ്കരമായിട്ട് ഞാൻ ചെയ്തു എന്നുള്ള ലെവലിൽ വന്നു. പക്ഷെ അത് ഒരു കൂട്ടം ആളുകൾ അത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാവും.